ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. വാക്കുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. കാലങ്ങളായി അസത്യവും അർദ്ധസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് കൂടി ബാധകമാണ് ഇവിടെ ഉദ്ധരിച്ച ഗുരുവചനം. എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നാണ് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ LDFും UDFും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിദ്വേഷ പ്രചാരണം. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നു എന്ന പറച്ചിലിൽ വല്ല വാസ്തവവുമുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ബാധ്യത SNDP ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അല്ലാതെ സംഘപരിവാറിൻ്റെ നുണ ഉൽപാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ചിത്രത തീർക്കുകയല്ല വെള്ളാപ്പള്ളി ചെയ്യേണ്ടത്. രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാന തലത്തു നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ കണക്ക് കൂടിയൊന്ന് പരിശോധിക്കണം. 3 മുസ്ലിങ്ങൾ മാത്രമാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 15% വരും മുസ്ലിങ്ങൾ. പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ NDA സർക്കാർ തയ്യാറായോ? 3.5 കോടി വരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 26.56% മുസ്ലിം പ്രാതിനിധ്യം. എന്നിട്ടും 21 അംഗ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് മുസ്ലിങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാമ്പത്തിക മേഖലകളിലും മുസ്ലിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ആധികാരിക രേഖയാണ് സച്ചാർ സമിതി റിപ്പോർട്ട്. 2001 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ സമിതി നടത്തിയ പഠനത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദു വിഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഒരു സർക്കാർ വകുപ്പിലും 13%-ലധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കില്ല. വാസ്തവം ഇതാണെന്നിരിക്കെയാണ് തങ്ങളുടെ അവസരങ്ങളെല്ലാം മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന വെള്ളാപ്പള്ളിയുടെ കള്ളക്കരച്ചിൽ. ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായവും. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇരുവിഭാഗങ്ങളിൽ നിന്നും മറ്റും പലരും തട്ടിയെടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം അറിയാതെയാണോ ഈഴവർക്കെന്ന വ്യാജേരെ സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണി? RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യും വഴി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജനസംഖ്യയിൽ 23% വരും ഈഴവർ. നായർ പ്രാതിനിധ്യമാകട്ടെ 14%. എന്നാൽ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലെ സവർണാധിപത്യം സ്വകാര്യ മേഖലകളിൽ ഉൾപ്പെടെയുള്ള നായർ പ്രാതിനിധ്യവും തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമുണ്ടോ? അപ്പോൾ മനസ്സിലാകും ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവകാശ അധികാരങ്ങൾ കവരുന്നത് എന്ന്. അതിനൊന്നും മുതിരാതെ ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രം. ഇനി മന്ത്രിസഭയിലെ പ്രാതിനിധ്യ പ്രശ്നമാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, വ്യവസായം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നുകൂടി പരിശോധിക്കണം. എല്ലാവരും നായർ സമുദായ അംഗങ്ങളല്ലേ? അതേക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് എന്തേ മിണ്ടാട്ടമില്ലാത്തത്? ഒപ്പം കാലാകാലങ്ങളായി പല പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളാകുന്നവരും ജയിച്ചു വരുന്നവരും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ആരൊക്കെയാണെന്നുള്ള കണക്ക് കൂടി വെള്ളാപ്പള്ളി പരിശോധിക്കണം. ഇവിടങ്ങളിലൊക്കെ ജനസംഖ്യാനുപാതത്തിന് പകരം തുല്യമായോ അധികമായോ വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് ലവലേശം മടിയില്ല. മറിച്ചാണെങ്കിൽ അനർഹമായ അധികാരങ്ങൾ ഒഴിയാൻ അത് കയ്യിൽ വെച്ചിരിക്കുന്നവർ തയ്യാറാകുമോ? ആ ആവശ്യവുമായി ഈഴവപ്രേമം നടിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങുമോ? വെള്ളാപ്പള്ളിയെപ്പോലെ കാലങ്ങളായി സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കള്ളമാണ് സംസ്ഥാനത്തെ മദ്രസ അധ്യാപകരുടെ ശമ്പളം സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്നത്. മദ്രസാധ്യാപകരെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തി എന്നതിനപ്പുറം ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് കണക്കുകളുടെ പിൻബലത്തിലുള്ള യാഥാർത്ഥ്യമാണ്. സമുദായ നേതാക്കളും RSS അനുകൂലികളും ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതൊക്കെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ആണ് എന്ന് പറയാനോ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മടിച്ചുകൊണ്ടിരിക്കുന്നത്?
നിരന്തരം വ്യാജം പറയുകയും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുകയും ചെയ്യുന്ന നടേശനെ പോലെയുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ആരാണ് സർക്കാരിനെ വിലക്കുന്നത്? മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ഇത്ര സമർത്ഥമായി ഇതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നത്? ഇത്രമേൽ അപരമതവിദ്വേഷം പടർത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്? വോട്ട് ബാങ്കിങ്ങിനെ കുറിച്ച് ഉള്ള ഭയമാണെങ്കിൽ കേരളത്തിലെ 90% ഈഴവരും വെള്ളാപ്പള്ളി നടേശൻ്റെയോ അദ്ദേഹം നേതൃത്വം നൽകുന്ന SNDPയുടെയോ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കുന്നവരോ അല്ലെന്ന വസ്തുത എങ്കിലും ഇടതുപക്ഷ സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടപരവും അപകടവും തന്നെയാണ് എന്നതും ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. waytonikah.com, the exclusive Muslim matrimonial site.